ബുക്സ് നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു വീഡിയോ നമുക്ക് കറക്റ്റ് ഒരാൾ പറഞ്ഞു തരാണ് എങ്ങനെ നമ്മൾ തോട്ട് പ്രോസസ്സ് കുറച്ചുകൂടി നമുക്കൊന്ന് കറക്റ്റ് എങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെയാകുമ്പോൾ എങ്ങനെ ഇല്ല. പക്ഷേ സർപ്രൈസിംഗ്ലി മെയിൻസിന് എനിക്ക് മാർക്കുണ്ടായിരുന്നു. ഞാൻ ജിക്ക് അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ചെയ്ത കാര്യം സ്ട്രാറ്റജി സാധനങ്ങൾ ഈ പഠിത്തത്തിൻ്റെ തന്നെ കുറേ യൂട്യൂബിൽ നോക്കുമ്പോൾ പിന്നെ ഇതന്നെ കണ്ടന്റ് വന്നുകൊണ്ടിരിക്കും, വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള. അപ്പോൾ നമുക്ക് കണ്ടന്റ് കുറേ ഞാനിങ്ങനെ എങ്ങനെയാണ് ടോപ്പർ പഠിച്ച ബുക്ക് ഏതാന്ന് ഒരു നീണ്ട ലിസ്റ്റ് പ്രതീക്ഷ എനിക്ക് ഒരു കിരൺസിന്റെ ബുക്ക് മാത്രം മതി എന്ന് പറഞ്ഞ്. ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. റാങ്കിൻ്റെ കഥ എന്ന ഈ സീരീസിലെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ പലരും കാത്തു നിൽക്കുന്നത് നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കി എങ്ങനെയാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ടോപ്പിക്ക് ഈസി ആയിരിക്കും. ഓൾറെഡി ഒരു നേരത്തെ പറഞ്ഞു നിങ്ങൾ ചില ആൾക്കാർ മാത്സ് ഇഷ്ടമാണ്, ചില ആൾക്കാർ GK ആയിരിക്കും ഇഷ്ടം. അപ്പോൾ എങ്ങനെയാണ് ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, വീക്ക് ആയിട്ടുള്ള ഏരിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, വൈഷ്ണവ് എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ, ഏതായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ മാത്സിന്? എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് മാത്സ് ആണ്. പണ്ട് മുതലേ മാത്സിൽ ഞാൻ അത്യാവശ്യം എബോ ആവറേജ് ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ SSCന്റെ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യണമല്ലോ, അപ്പൊ അതിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന് കുറച്ച് എഫേർട്ട് ഇട്ടു. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നോക്കി പഠിക്കുമായിരുന്നു. ഹിന്ദി ചാനൽസ് ഒക്കെ കുറച്ച് കണ്ടിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തു. പിന്നെ പിന്നക്കിളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് PYQs ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്ഷണൽ മോക്സ് ഒക്കെ ചെയ്ത് അതിന്റെ ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചു. പിന്നെ റീസണിങ് അതിന്റെ കൂടെ തന്നെ അങ്ങ് സെറ്റായി. പിന്നെ ഇംഗ്ലീഷ് കുറച്ച് പ്രശ്നമായിരുന്നു. അതിൽ ഞാൻ യൂട്യൂബൊക്കെ നോക്കി തന്നെ ഇംഗ്ലീഷും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രാമർ റൂൾസ് ഒക്കെ പഠിച്ചു. പിന്നെ വൊക്കാബ്സ് ഒക്കെ ബ്ലാക്ക് ബുക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിച്ചത്. പിന്നെ GK എൻ്റെ ഏറ്റവും വീക്ക് ഏരിയ ആണ്. GK എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇതിലിറങ്ങി ആദ്യമൊക്കെ ബേസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചൊന്ന് ആ ഒരു ലെവലിൽ എത്താൻ തുടങ്ങി. അതും പർമാർ SSC യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചത്. ബുക്കുകൾ ഞാൻ ലൂസെന്റും പിന്നക്കളൊക്കെ വാങ്ങി പഠിക്കാൻ നോക്കി. പക്ഷെ എന്നെ കൊണ്ട് അത് ശരിയാവുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ യൂട്യൂബിൽ അത് മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫേവറേറ്റ് ആണ് ചെറുപ്പം മുതലേ. പിന്നെ അത് ഇൻകേസ് ഇപ്പോൾ മോക്കൊക്കെ ചെയ്ത് വീക്കാണെങ്കിലും അതൊന്ന് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു കുറച്ചുകൂടി ഉണ്ടായിരുന്നു. GK ആയിരുന്നു കുറച്ച് താല്പര്യക്കുറവുള്ള സബ്ജക്റ്റ്. മാത്സ് ഞാൻ പക്ഷേ വീഡിയോസാണ് ഞാൻ മാത്സ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുക. കാര്യം ബുക്സ് വയ്ക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബുക്സ് നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു വീഡിയോ നമുക്ക് കറക്റ്റ് ഒരാൾ പറഞ്ഞു തരാണ് എങ്ങനെ നമ്മൾ തോട്ട് പ്രോസസ്സ് കുറച്ചുകൂടി നമുക്കൊന്ന് കറക്റ്റ് എങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെയാകുമ്പോൾ എങ്ങനെ ആ ഒരു കറക്റ്റ് ഒരു മെത്തേഡ് പോവാൻ നമുക്ക് വീഡിയോ കാണുമ്പോഴാണ്. ബുക്കാകുമ്പോൾ നമുക്ക് എന്താണ് അതൊന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക വീഡിയോസ് കണ്ട് പഠിക്കാനാണ് മാത്സിന് സജസ്റ്റ് ചെയ്യുക. കാരണം അതാകുമ്പോൾ ലോജിക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും പഠിച്ചൊരു ഐഡിയ ഉണ്ടാവും ഇതിന് മുന്നേ സ്കൂളിൽ. പക്ഷേ ആ ഒരു രീതിക്കല്ല ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം. ഇപ്പം നമുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അറിയാവുന്ന സാധനം ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാൾക്കും. പക്ഷെ അവിടെ പഠിച്ചതെന്ന് വെച്ചാൽ ടൈമിൽ ഈ ഒരു ടൈമിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡിനുള്ളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യണം, അതിന് ഏത് മെത്തേഡ് വേണം, ഇത് നമുക്ക് കിട്ടണമെങ്കിൽ വീഡിയോസ് തന്നെ വേണം. വീഡിയോസ് വെച്ച് പഠിക്കണം. അതെ അതും പ്രശ്നമാണ്. നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു ടോപ്പിക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മെയിൻലി നോർത്തിലുള്ള വീഡിയോസ് ആണ് മെയിൻലി ഞാൻ കണ്ടിട്ട്. ഹിന്ദി ഞാൻ ഗഗപ്രതാപിൻ്റെ കോഴ്സ് വാങ്ങിച്ചു ഞാൻ ഇതിൻ്റെ മുന്നേ. ഈ കൊറോണേൻ്റെ ഒക്കെ മുന്നേ ആണ് നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന ടൈമിൽ അതാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് കുറച്ചെങ്കിൽ എന്തെങ്കിലും ആയിട്ട്. പക്ഷെ എന്നാലും അതിന് കുറേ മെറ്റീരിയൽ ഉണ്ടാവും, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. നമ്മൾ ഇത് ഫുൾ കണ്ടു കഴിഞ്ഞാലും പിന്നെ റിവൈസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ചുകൂടി നമ്മൾ തന്നെ നോട്ട്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറച്ചൊരു എഫേർട്ട് അധികം ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ അബ്ബാസൈനിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, അതും കൂടി പർച്ചേസ് ചെയ്തത്. അത് കുറച്ചുകൂടി പ്രിസൈസാണ്. പക്ഷേ ഫസ്റ്റ് ടൈം ഒരാൾക്ക് കാണുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അത് കുറച്ചൊരു ഐഡിയ കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടി ഒരു കൺസൈസ് സാധനമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാം വീഡിയോസ് കണ്ട് പഠിക്കണം എന്നാണ് മാത്സ്. പിന്നെ GK ആണെങ്കിലും അത് ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും GK ഒക്കെ പഠിക്കാൻ. ഞാൻ കുറേ ബുക്സ് വാങ്ങിച്ചു വെച്ചു. അത് പഠിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള മനസ്സിലാവില്ല.
എസ്പെഷ്യലി നമ്മളിപ്പോൾ ചില വീക്കായിട്ടുള്ള സോഷ്യൽ ഇപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനത്തെ വീക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് എന്ത് വീക്കാണ്. അപ്പം എങ്ങനെ പഠിക്കണം, ഏത് ടോപ്പിക് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ പൊളിറ്റി തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. ബുക്കിലാകുമ്പോൾ അവർ ഫുള്ള് വാരി വെച്ച് കൊടുക്കും. അതിൻ്റെ അകത്തുനിന്ന് ഏത് കാണുമ്പോൾ ശരിക്കും ഒരു വീഡിയോ കണ്ട് പഠിക്കുന്നത് നന്നാവും. പിന്നെ ജി കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചാലും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. ടോപ്പിക്കാണ് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കിട്ടുന്ന ഉറപ്പുള്ളത്. ആ റിസൾട്ട് മാർക്ക് നമുക്ക് കയറുന്നത് കാണാനും പറ്റും. പക്ഷെ ജി കെ ചിലപ്പോൾ നല്ലോണം അറിയുന്ന ഒരാൾക്കും ചിലപ്പോൾ മാർക്കായിരിക്കും. അതാണ്. അപ്പൊ ജി കെ ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ജി കെ ഒരു ഓവറായിട്ട് ഒരു സമയം കൊടുത്തു. പല ആൾക്കാരും പറയുന്നത് ജി കെ ഭയങ്കര ഡിസൈഡിങ് ഫാക്ടറാണ്. ഓക്കെ, ജി കെ എന്തായാലും ഉണ്ട്. പക്ഷെ ജി കെക്ക് നമുക്കൊരു 35 മാർക്സ് ഒക്കെയാണ് ഒരു ആവറേജ് എല്ലാവർക്കും പരമാവധി പഠിക്കുന്ന ഒരാൾക്ക് കിട്ടും. അപ്പോൾ ഓവറായിട്ട് ജി കെ ഇങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ടോപ്പിക്കോടെ മാറ്റി വിടുന്നതിനോട് എന്താണ്, അത് നല്ലതാണോ? എൻ്റെ സ്ട്രോങ് പോയിന്റ് ഇംഗ്ലീഷും ജി കെയാണ്. ജി കെ ഞാൻ അത്യാവശ്യം കിട്ടുന്ന എല്ലാ ബുക്കും വായിക്കുമായിരുന്നു. പിന്നെ പ്രീവിയസ് ഇയർ പർമാറിൻ്റെ തന്നെ മെറ്റീരിയൽ കുറേ റിവൈസ് ചെയ്യുമായിരുന്നു. എനിക്ക് ജി കെക്ക് 41 മാർക്ക് ഉണ്ടായിരുന്നു. Tier 2 41 ഉണ്ടായിരുന്നു. അപ്പോൾ ജി കെ സ്ട്രോങ് പോയിന്റ് ആണ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് മാത്സ് ഞാൻ കുറച്ച് വീക്കാണ് കമ്പാരിറ്റീവ്ലി. ബാക്കി വെച്ച് നോക്കുമ്പോൾ മാത്സ് കുറച്ച് സ്കോർ കുറയുന്നതുകൊണ്ട് ഞാൻ ജി കെയിലും ഇംഗ്ലീഷിലും കയറ്റി പിടിക്കാൻ നോക്കും. എനിക്ക് ജി കെ വർക്കായിട്ടുണ്ട്. എനിക്ക് പക്ഷെ അതേസമയം CHSL പോയപ്പോൾ ജി കെക്ക് മാർക്ക് നല്ല കുറവായിരുന്നു. പഠിക്കുന്ന ആ ഒരു ലെവൽ വെച്ചിട്ട് ഉള്ള മാർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി മെയിൻസിന് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ജി കെ അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലാണ്. റീസണിങ് ഫുള്ള് ചെയ്യാറുണ്ട്. മാത്സ് കുറച്ച് വീക്കാണ്. എനിക്ക് കുറച്ച് ടെസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നാൽ ഞാൻ അതുപോലെ ചെയ്യും. മാത്സ് ഇനിഷ്യലി ഞങ്ങളുടെ കോച്ചിങ് സെന്ററിൽ അതേ ക്ലാസ് തന്നെ മൊത്തം ഫോളോ ചെയ്തിട്ട് പിന്നെ ഞാൻ വീഡിയോ ക്ലാസ് കാണാൻ പോയിട്ടില്ല. ഓൺലി പ്രാക്ടീസ് മാത്രമേ ചെയ്യുള്ളൂ. കാരണം വീഡിയോ ക്ലാസ് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് സംബന്ധിച്ചിടത്തോളം. ഒരു ബേസിക് സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫൗണ്ടേഷൻ ആയിട്ട് എടുത്തിട്ട് അതിന് ആഡ് ഓൺ ചെയ്ത് മാത്രമേ ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളൂ. എപ്പോഴും വീഡിയോ ഒന്നും കാണാറില്ല ഞാൻ. എന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില ടോപ്പിക്സ് ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചെയ്യാമെന്ന് വിചാരിച്ചോ, അതിൽ പിന്നീട് വന്നൊരു കോൺസെപ്റ്റാണ് റേസിൻ്റെ കോൺസെപ്റ്റ്. അത് മാത്രം സെപ്പറേറ്റ് വീഡിയോ എടുത്ത് കാണും. അല്ലാതെ ഫുൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇരുന്ന് വീഡിയോ എടുത്ത് കാണരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനെ എപ്പോഴും കുറേ പേര് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എടുക്കുക, ഇരുന്ന് ചെയ്യാം. ഡെയിലി ഞാനൊരു 100-150 ദിവസം ഇരുന്ന് അങ്ങനെ ചെയ്യും. റിവിഷൻ എന്ന് മോക്ക് ചെയ്യും. പ്രിലിംസ് ആണെങ്കിൽ 3 മോക്ക് ചെയ്യുമായിരുന്നു. മെയിൻസും 2-3 ചെയ്യും. ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് പലതും ചെയ്യിക്കാറുണ്ടായിരുന്നു. അപ്പം മോക്ക് ചെയ്യുമായിരുന്നു. അതിൽ തന്നെ റിവിഷൻ പോവും. പിന്നെ ഫോർമുല എല്ലാം ഒരു ബുക്ക് ചെയ്ത് വെക്കും. അതെടുത്ത് റിവൈസ് ചെയ്യും. അത് ഞാൻ ചോദിക്കാൻ വരുന്നത്, ഈ ഒരു ബുക്ക് നമ്മൾ ഇങ്ങനത്തെ നമ്മുടേതായ ഹാൻഡ് റിട്ടൺ നോട്ട് അതുണ്ടായിരുന്നു. പിന്നെ മോക്കിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്സ് ഞാൻ എഴുതി വെക്കും. പിന്നെ ജി കെ തുടക്കത്തിൽ എഴുതി വെക്കുമായിരുന്നു. പിന്നെ അത് കുറെ ആയി എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് അത് പക്ഷെ മാത്സ് അങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുമായിരുന്നു. അത് കുറച്ച് വലുതുണ്ട്. ചെറുതായിരുന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് വലുതായി. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തുടക്കത്തിൽ ഞാൻ ആ ബുക്കിൽ ഫോർമുലാസ് എഴുതി വെക്കും. എന്നിട്ട് പിന്നെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് പിന്നെ നമ്മൾ അടുത്തത് എഴുതാൻ പോകുമ്പോൾ തുടക്കം തൊട്ടേ വായിക്കും. അപ്പം കുറെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഓർമ്മ നിൽക്കും. എക്സാംസിന്റെ ഒരു 10 ദിവസം മുന്നേ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അതിൽ നിന്നിരുന്ന് ചെയ്യുമായിരുന്നു. കുട്ടികളോട് പറയുമ്പോൾ കുട്ടികളെന്ന് വെച്ചാൽ അവർക്ക് PDF വേണം, മെറ്റീരിയൽ വേണം. എന്നിട്ട് ആ മെറ്റീരിയൽ നോക്കിയിട്ട് ഇന്ന് പഠിക്കാതെ അങ്ങനെ കുറെ ആളുകളുണ്ട്. അവരോട് ഞാൻ നിരന്തരം പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നമ്മുടേതായ നോട്ട്സ് ഉണ്ടാക്കിയാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ കേൾക്കുമ്പോൾ എന്തായാലും അത് കുട്ടികൾക്ക് അത് വിശ്വാസമായിരിക്കും. പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ പിന്നെ റിവൈസ് ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ കുട്ടികൾ വിചാരിക്കും PDF തരാനുള്ള മടി കൊണ്ടാണോ കുട്ടികൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാനായാലും ഇപ്പൊ ഒരു മാത്സിനായാലും ഇംഗ്ലീഷിനായാലും ജി കെ ഒക്കെ ആയാലും റീസണിങ് ഒഴിച്ച് ബാക്കി 3 ഞാൻ ഇതുപോലത്തെ ഒരു നോട്ട് ഉണ്ടാക്കി എപ്പോഴും പരീക്ഷയ്ക്ക് പോകുന്നതിന്റെ തലേ ദിവസം അതും തുറന്ന് നോക്കിയാൽ മതി. ബാക്കിയുള്ള എല്ലാ ബുക്കുകളും എടുത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. റിവിഷൻ കുറച്ചുകൂടി എളുപ്പമാണ് നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ വൈഷ്ണവ് എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? കുട്ടികൾക്ക് പലപ്പോഴും പലതരം ചോദിക്കുന്നത് വെച്ചാൽ തുടക്കത്തിലേ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന പ്രിപ്പറേഷൻ്റെ അതോ കുറച്ച് എത്തിയിട്ട് മതിയോ, അത് എല്ലാ സിലബസും കവർ ചെയ്തിട്ട് മതിയോ, എക്സാം അടുപ്പിച്ചൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതിയോ? എന്താണ് മോക്ക് ടെസ്റ്റിനെ പറ്റി? നമ്മൾ ഭയങ്കര ലാഗ് ആവും. സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നിന്നാൽ ഒരു 60-70% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോക്ക് തുടങ്ങുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഞാൻ ഡെയിലി ഒക്കെ എടുക്കാറുണ്ട്. എക്സാമിന് തൊട്ട് മുമ്പൊക്കെ ഡെയിലി 2 മോക്സ് ഒക്കെ എടുക്കാറുണ്ട്. പിന്നെ അത് അനലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരെക്കാളും ലാഗ് ആവും. ലൈക്ക് ടൈമൊക്കെ ചില മാത്സ് ക്വസ്റ്റ്യനിൽ നമ്മൾ കൂടുതൽ ടൈം എടുക്കും. അപ്പം നമ്മുടെ മെത്തേഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ അതിനെ കുറെ കൂടി എളുപ്പമായിട്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കുക.
അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ അത് നല്ല മെത്തഡാണ്. ചില കുട്ടികൾ തെറ്റി ക്വസ്റ്റൻ മാത്രം എടുത്തിട്ട് എന്തുകൊണ്ട് തെറ്റിയത് മാത്രം നോക്കും, ശരിയായ ക്വസ്റ്റൻ നോക്കൂല. ചിലപ്പോൾ അതിന് നമ്മൾ പഠിച്ചതിനേക്കാളും ഈസി മെത്തേഡിൽ ചിലപ്പം കിട്ടുന്നുണ്ടാവും. ചിലപ്പം 30 സെക്കൻഡ് കൊണ്ട് കിട്ടേണ്ടത് നമ്മൾ 1 മിനിറ്റ് എടുക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ലാഗ് ആവുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. പിന്നെ വേറെ മോക്കിൽ എന്താ GK നമ്മൾ ചിലപ്പോൾ അറിയാത്ത സെക്ഷൻസ് ഒക്കെ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഏത് സെക്ഷനാണ് വീക്കാന്ന് പഠിച്ചിട്ടും ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടും ഓർമ്മ നിൽക്കാത്തതൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ റിവൈസ് ചെയ്യും എടുത്തിട്ടൊക്കെ. അത്രയൊക്കെ തന്നെ. പിന്നെ ഇംഗ്ലീഷിൽ ഗ്രാമർ എനിക്കൊരു ആപ്പ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ക്വിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കും. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് വേണം, ചെയ്യണം. നിർബന്ധം. എല്ലാം കഴിഞ്ഞിട്ട് സിലബസ് കവർ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റ് വേണം നമുക്ക്. ഇല്ലാണ്ട് ഫസ്റ്റ് ടൈം ഒന്ന് പോയി ഇത് ആർക്കും കിട്ടും. പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷ എങ്ങനെ എഴുതാന്നുള്ളത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം. ഇതിനൊക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ എക്സാംസിൻ്റെ കുറച്ച് മുന്നേ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ മൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വീക്കിലേക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സ്കോർ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ നമ്മൾ പഠിച്ച് ഫസ്റ്റത്തെ ഒരു സമയത്തിന് മോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഞാൻ സ്കോർ എഴുതി വെക്കിയിരുന്നു. ഓരോ സെക്ഷൻ വൈസ് സ്കോർ എഴുതി വെച്ചിട്ട് പിന്നെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മോക്ക് ചെയ്യുമ്പോൾ സ്കോർ ഒരു സെക്ഷൻ വൈസ് എത്ര കൂടുന്നു കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ പഠിക്കുന്നത് എഫക്റ്റീവ് ആണെന്ന്. മറ്റേ നമ്മൾ എത്ര പഠിച്ചിട്ട് ഒരു സ്കോറും ഇല്ല, ജസ്റ്റ് നോക്കണം എക്സാം എഴുതിയിട്ട് എത്ര സ്കോർ കൂടുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വെച്ചിട്ട് ഓരോ സെക്ഷൻ വൈസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. Tier 1 മുന്നേ ഞാനൊരു മാസം അല്ലെങ്കിൽ ഒന്ന് മോസ്റ്റ്ലി ഞാൻ അതാ ചെയ്തത്. ഡെയിലി മോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടുള്ള സ്കോർ എഴുതി വെക്കും. പിന്നെ അതുപോലെ തന്നെ അറിയാത്ത വീക്കായിട്ടുള്ള ടോപ്പിക്സ് അതും എഴുതി വെക്കും. അപ്പോൾ ആ ടോപ്പിക്ക് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാം. അപ്പോൾ തീരെ അറിയാത്തത് അതും സെപ്പറേറ്റ് ചെയ്യും, സെഗ്രിഗേറ്റ് ചെയ്യും. അതും തീരെ അറിയാത്ത ടോപ്പിക്ക് കുറച്ചെങ്കിലും അറിയുന്നത്. പിന്നെ ചെറിയ ടോപ്പിക്ക് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്ന മോക്കിൽ കിട്ടും, അടുത്തതിൽ ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളതിൽ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ചില പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എനിക്ക് ഇംഗ്ലീഷൊക്കെ സ്കോർ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എങ്ങനെയാണെങ്കിൽ 40 above എനിക്ക് സ്കോർ ഉണ്ടാവും. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്നതാണ് അങ്ങനെ തന്നെ നിർത്തുക. അല്ലാത്തത് ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുന്നതിനെ അത് നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് കൂട്ടാനുണ്ടാവുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കണ്ടന്റ് കൂട്ടാനുള്ളതാണെങ്കിൽ അത് കണ്ടന്റ് കൂട്ടുക. അങ്ങനെ ചില ടൈമിൻ്റെ ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോർഡിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും ടോപ്പറിൻ്റെ എത്ര ടൈം എടുത്തു, നമ്മൾ എത്ര ടൈം എടുത്തു. അപ്പോൾ ഈ ടൈമിൻ്റെ കാര്യം മിക്കതാണ് അത് നമ്മൾ അത്രയും ബാക്കോട്ട് കൊണ്ടുവരും. അപ്പൊ അത് അങ്ങനെ ചെയ്യണം. കഴിഞ്ഞ ദിവസം തോന്നുന്ന കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ഞാൻ നോക്കുമ്പോൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. 20 years നോക്കുമ്പോൾ പലതിനും സമയം അധികമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ പരമാവധി സമയം കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് റീസണിങ്ങിൽ മെയിനായിട്ട് വിട്ടുപോകുന്ന കാര്യം റീസണിങ് നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കും. പക്ഷെ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ കളയുന്ന ഒരു ഏരിയ, നമ്മൾ അറിയാതെ കളയുന്ന ഒരു ഏരിയയാണ് റീസണിങ്. സമയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സമയം ആകും. പിന്നെ പറഞ്ഞാൽ മെയിനായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ Tier 1, Tier 2 പണ്ടൊക്കെയാണ് Tier 1, Tier 2, Tier 3, Tier 4 രണ്ട് ലെവലാണ്. അപ്പോൾ ഈ Tier 1 Tier 2 സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു? അതോ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് തന്നെ പാറ്റേൺ മാറുന്നുണ്ട്, എക്സാം മാറുന്നു. പക്ഷെ എങ്ങനെയായിരുന്നു ആ ഒരു Tier 1 നിന്നും പാസ്സായി Tier 1, Tier 2 എത്തുമ്പോൾ എങ്ങനെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, എന്തെങ്കിലും ചേഞ്ച് വരുത്തി? ഷെഡ്യൂൾ മൊത്തം സെയിം ആയിരുന്നു. പ്രിപ്പറേഷനിൽ എക്സ്ട്രാ വരുന്ന ടോപ്പിക്ക് മാത്രം ഒന്നുകൂടെ റിവൈസ് ചെയ്തു, വീഡിയോ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തു, അങ്ങനെ ചെയ്തോളൂ. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് ആയിരുന്നു. അപ്പം Tier 1 വന്നപ്പോൾ ഞാൻ Tier 1 മോക്കാ ചെയ്ത്, Tier 2 വന്നപ്പോൾ Tier 2 ഇടയ്ക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് Tier 1 അത്യാവശ്യം നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് 170 അങ്ങനെ ഒരു സ്കോർ ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്കറിയായിരുന്നു Tier 2 ട്രൈ. അപ്പോൾ Tier 1 കഴിയുന്നതിന് മുന്നേ Tier 2 നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു, പ്രോബബിലിറ്റി ഒക്കെ. അപ്പോൾ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം നോട്ട്സ് മെറ്റീരിയൽസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് എക്സാം കഴിയുന്ന ഉടനെ തന്നെ Tier 2 അങ്ങ് തുടങ്ങാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. മോക്കായിരുന്നു മെയിനായിട്ട്. Tier 1 ആയിരുന്നപ്പം ഒരു 3-4 മോക്ക് ചെയ്യുമായിരുന്നു. Tier 2 ആയപ്പം 2-3 മാക്സിമം, 2ഒക്കെ ഡെയിലി ചെയ്യും, 3 ചിലപ്പോൾ മൂടുണ്ടെങ്കിൽ. അങ്ങനെ സ്ട്രാറ്റജിയിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ടൈം എല്ലാം അതായത് മെയിനായിട്ട് എനിക്ക് Tier 1 നമുക്ക് സമയം എല്ലാത്തിനും 1 മണിക്കൂറാണ് പെട്ടെന്ന്. പക്ഷെ Tier 2 എത്തുമ്പോൾ നമുക്ക് 2 സെക്ഷനാണ്. ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സമയത്ത് നമ്മൾ തീരുന്ന, മറ്റേ സെക്ഷൻ നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകാം. കാരണം 1 മണിക്കൂറാണ്, ഒരു 40 മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ കൊണ്ട് പരീക്ഷ തീരും. അപ്പൊ അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ്? മറ്റേത് നമ്മൾ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും GKന്റെ സമയം എടുത്തിട്ട് മാത്സിന് കൊടുത്ത് ചെയ്യും. ഇവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. മാത്സ് റീസണിങ് 1 മണിക്കൂറാണ്. അതെങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്ത് ആ ഒരു Tier 1, Tier 2 മാറിയപ്പോൾ? പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാറിയപ്പോൾ? ഞാൻ Tier 1 കഴിഞ്ഞിട്ടാണ് Tier 2 പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അപ്പം എൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് മാറ്റം വരുത്തി. ലൈക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് GK, ഇംഗ്ലീഷ്, പിന്നെ റീസണിങ്, പിന്നെ അത് കഴിഞ്ഞ് മാത്സ് ആയിരുന്നു. Tier 2
GK ടെസ്റ്റ് ഒക്കെ. എന്തായാലും ഞാൻ അപാര. ഒരു സെക്ഷൻ കഴിയുമല്ലോ എന്നുള്ള സമാധാനം. ടാറ്റു എത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് മാത്സ് കഴിഞ്ഞിട്ടാ റീസണിങ് ചെയ്യുന്നുണ്ടായത്. അതായത് മാത്സിൽ എനിക്ക് ഈസി ഉള്ളതൊക്കെ ആദ്യം ചെയ്യും, പിന്നെ റീസണിങ് ചെയ്യും, പിന്നെ സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ലെവലുള്ളത് നോക്കും. അപ്പം ആ ഒരു പാറ്റേണിലേക്ക് മാറ്റാൻ കുറച്ച് ടൈം എടുക്കും. എങ്ങനെ എന്തെങ്കിലും സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്തിയിരുന്നു? Tier 1 മുന്നേ Tier 1 മോക്ക് തന്നെ. Tier 1 ശേഷമാണ് Tier 2 മോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് പക്ഷെ നമുക്ക് ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് കുറച്ചധികം ഉണ്ട് മാത്സ് ചെയ്ത് പിന്നെ അനലൈസ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുമ്പോൾ ഒരു ദിവസമൊക്കെ ഒരു മോക്കൊക്കെ നടക്കാറുള്ളൂ. പിന്നെ എനിക്കൊന്ന് ക്രാഷ് കോഴ്സ് ഞാൻ ക്രാഷിന് ജോയിൻ ചെയ്ത ഒരു ടൈം, കാരണം Tier 2 എനിക്ക് മോക്ക് ചെയ്യുമ്പോൾ സ്കോർ കൂടുന്നില്ല, ഒരു പ്രഷറായിരുന്നു. കാരണം ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സും റീസണിങ്ങും നമ്മൾ പെട്ടെന്ന് സമയം പോകും. അപ്പോൾ ആ ഒരു പ്രഷർ ഹാൻഡ്ലിങ് കുറച്ച് പ്രശ്നമായിരുന്നു എനിക്ക്. ഇപ്പോൾ ക്രാഷിന് ജോയിൻ ചെയ്ത സമയത്ത് ഡെയിലി നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് വന്ന് അത് ആ ഒരു അപ്രോച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് ഇവിടുത്തെ Tier 2 ക്രാഷ് കോഴ്സ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ Tier 2 പ്രിപ്പറേഷനും ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഒരു ടോപ്പിക് വൈസ് ഓരോരുത്തർക്ക് തന്നിട്ട് അതിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് വരിക, അതുപോലെ തന്നെ ക്വിസ് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ എങ്ങനെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് 10 എണ്ണം ഇപ്പം നമുക്കറിയാൻ തന്നെ ആയിരിക്കും. PYQ ആകുമ്പോൾ ഈ 10 എല്ലാവരും ചെയ്യും, ക്വിസൊക്കെ ആവാൻ ചെയ്യാത്ത ക്വസ്റ്റ്യൻ എങ്ങനത്തെ ഉണ്ടാവും, അത് നമ്മൾ തപ്പു. ഇതേ മൈൻഡ് സെറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ വേറെ പെർസ്പെക്റ്റീവിലൂടെ ഇതിനെ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസിനെ തപ്പുക അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ള സാധനം. PYQ ഒരു എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അതൊന്നും അല്ലാണ്ട് 1-2 ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻസും കൂടി കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇംഗ്ലീഷൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഓപ്ഷൻസ് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ഓപ്ഷൻസ് കണ്ട് കുത്തുക ഇംഗ്ലീഷൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഓപ്ഷൻസിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഓപ്ഷൻസ് വെക്കുക. ഇതൊക്കെ ഇവിടുത്തെ ആ ഒരു ക്വിസ് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് വരുന്ന അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് തന്നെ ഭയങ്കര ഒരു ബൂസ്റ്റപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. Tier 2 ക്രാഷ് കോഴ്സ് ലിറ്ററലി അത് ഞാൻ പ്രിപ്പറേഷൻ തന്നെ പറയണം. കാരണം എൻ്റെ പ്രിപ്പറേഷൻ നന്നായിട്ട് അങ്ങോട്ട് പേസ് നല്ലൊരു രീതിക്ക് പേസ് കൂട്ടിയിട്ടുണ്ട്. Tier 1 വരെ എൻ്റെ പ്രിപ്പറേഷൻ്റെ പേസ് അത്ര ഇല്ലായിരുന്നു. Tier 1 ശേഷം Tier 2 ക്രാഷ് ചെയ്ത് ഈ ഒരു മെത്തേഡ്, കാരണം നമ്മൾ ആദ്യം ബേസൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് പഠിച്ച് സെറ്റാക്കി, പിന്നെ ഒരുമിച്ചിരുന്ന ഈ കമ്പൈൻ സ്റ്റഡി സർക്കിൾ ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഇപ്രാവശ്യം Tier 2 കയറാൻ ചാൻസ് കുറവായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. സത്യമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ്. ഇത് നമ്മൾ സെൽഫ് സ്റ്റഡി ആണ് ഗ്രൂപ്പ് സ്റ്റഡി ആണ്? എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഒരു ബേസിക്സ് ഉണ്ടാക്കാൻ സെൽഫ് സ്റ്റഡിയാണ് ഞാൻ എൻ്റെ ഒരു രീതി കേട്ടോ. ഞാൻ പഠിച്ചു വരുമ്പോഴും അങ്ങനത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. എന്നാലേ കമ്പൈൻ സ്റ്റഡിക്ക് ഇരുന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒന്നും അറിയാനൊരു കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുമ്പോൾ അത് കുറച്ചെങ്കിലും അറിയും നോളജുള്ള ആൾക്കൊരു ബുദ്ധിമുട്ട്, അയാൾക്കൊന്നും കിട്ടില്ല. ഒന്നും അറിയാത്ത ആൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറച്ചൊരു ഐഡിയ ഒക്കെ ഇരുന്നിട്ട് കമ്പൈൻ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ അത് വളരെയധികം നമ്മുടെ മൈൻഡിൽ നിൽക്കും. എസ്പെഷ്യലി GK നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പഠിച്ചെടുക്കുന്നതിനും ഇംഗ്ലീഷോ അല്ലെങ്കിൽ അത് വൊക്കാബുലറി പഠിക്കുന്നത് ഞാൻ ചിലപ്പോൾ മകപ്പ് ചെയ്യായിരിക്കും. പക്ഷെ മറ്റേ അടുത്ത ആളിലായിരിക്കും ഇത് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക, ഇങ്ങനെ ഓർക്കുക. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. വേറൊരാൾ എങ്ങനെ അതിനെ കാണുന്ന മനസ്സിലാവും, ഇതിനെക്കാട്ടും നല്ല രീതിക്കാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് സയൻസ് ആയിരിക്കും ഇഷ്ടമുള്ള സബ്ജക്ട്, വേറൊരാൾക്ക് എക്കണോമിക്സ് ആയിരിക്കും, വേറൊരാൾക്ക് സോഷ്യൽ സയൻസ് ആയിരിക്കും. അപ്പൊ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് അവർ പറഞ്ഞു. അവരുടെ എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് സ്റ്റഡി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതോ ഫുൾ സെൽഫ് സ്റ്റഡി ആയിരുന്നു? തുടക്കത്തിൽ സെൽഫ് സ്റ്റഡി ആയിരുന്നു, പിന്നീട് ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുമ്പോൾ മാത്സ് ഒന്നും അല്ല, GK യും ഇംഗ്ലീഷും. എനിക്കൊന്ന് GK ഇംഗ്ലീഷും ഒക്കെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞ പോലെ. കാരണം GK ഞാൻ കേട്ടാൽ ഓർമ്മ നിൽക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിച്ചതെന്ന് തന്നെ മെയിൻസിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കനിഷ്കയുടെ ക്യാപിറ്റൽ ചോദിച്ച മധുര, അത് ഞാൻ അങ്ങനെ ഓർത്ത് വെച്ച. പിന്നെ വേറെ ഏതൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ 1882, അത് ഞാൻ ഈ 1882 മാത്രം എനിക്കറിയാം എവിടെ ഒരു മൈറ്റോസിസും കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ 2-3 ക്വസ്റ്റ്യൻ അങ്ങനെ കിട്ടിയതാണ്. അപ്പം ഗ്രൂപ്പ് സ്റ്റഡി പറയാൻ പറ്റില്ല, അത് മടുപ്പമാണ്. സ്വയം ഇംപ്രൂവ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. നമ്മളെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളെ മൈൻഡ് ഒന്ന് ഡൗൺ ആണെങ്കിൽ ആ പ്രിപ്പറേഷൻ അവിടെ നിന്നു പോകും. പക്ഷെ കൂടെ ഉള്ള ആൾക്കാർ പോകുമ്പോൾ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യും.
സർക്കിളൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് മോക്കൊക്കെ ചെയ്യുമ്പോൾ സ്കോറൊക്കെ അയച്ചു കൊടുക്കും ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ. ഡെയിലി നമ്മൾ പറഞ്ഞിട്ട് ഇന്ന മോക്ക് ചെയ്യാം അങ്ങനെ പറയുന്നു. അപ്പം വീക്ക് ആവുമ്പം ആ സെക്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് രണ്ടുപേരും പരസ്പരം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ട്. ഓ, ആൾക്ക് ജെഎസ്ഒ രണ്ടുപേരും ശരി. നേരത്തെ ദിവ്ന പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഓപ്ഷൻ നോക്കി ചെയ്യാന്ന് പറയും. അതായത് മെയിനായിട്ട് ഗസ് വർക്ക്. പല കുട്ടികളും പറയുന്നതെന്ന് വെച്ചാൽ അവർ അറിയുന്നത് മാത്രം ചെയ്യും, ബാക്കിയുള്ള അറിയാത്തതൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് മാറ്റി വെക്കും, കാരണം റിസ്ക് എടുക്കാൻ നിൽക്കില്ല. എല്ലാ കാര്യം ഇവിടെ ഈ ഗസ് വർക്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ്. ഗസ് വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഒന്നും അറിയാത്തത് കറങ്ങി കുത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു ഗസ് വർക്ക്, നമുക്ക് എല്ലാ ചോദ്യം നമുക്ക് മുഴുവനായിട്ട് അറിയണമെന്നില്ല, എന്നാലും അങ്ങനെ ഇപ്പൊ പാർഷ്യൽ അറിയുന്ന ചോദ്യമൊക്കെ ഗസ് വർക്ക് ചെയ്യുമായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ അറ്റംപ്റ്റ് ഭയങ്കര കുറവായിരിക്കും, അത് മറ്റുള്ളവർക്ക് നമ്മുടെ മേലെ ഒരു എഡ്ജ് വരും. അപ്പോൾ എങ്ങനെയെങ്കിലും ഓപ്ഷൻസ് നമുക്ക് എവിടെയൊക്കെ കേട്ട് മറന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാന്നുള്ളത് ഒരു സ്കില്ലാണ്. അത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളത് സ്റ്റാർട്ട് ചെയ്താൽ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലെവലിലെത്തും. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം, അല്ലാണ്ട് മൊത്തം നെഗറ്റീവാ വരുന്നെങ്കിൽ റിസ്ക് എടുക്കേണ്ട. അറിയാത്ത ചെയ്യുന്ന പക്ഷേ ഇതുപോലെ കുറച്ചറിയുന്നൊക്കെ എന്തായാലും നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ 2 ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 50-50 ചാൻസ് ആണ്. ശരിയായ 2 മാർക്ക്, തെറ്റിയ 1 മാർക്ക്. ആ ഒരു സമയത്തൊക്കെ ഒരു റിസ്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എത്ര അറ്റംപ്റ്റ് എത്ര ഉണ്ടായിരുന്നു പ്രിലിംസിന് ആവറേജ്? 90+ ഒക്കെ ഉണ്ട്. 90+. അത് കുട്ടികളെയും പ്രശ്നം അതാണ്, 70-75 അറ്റംപ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് എല്ലാവർക്കും അതേ അറിയുണ്ടാവുള്ളൂ, പക്ഷെ ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു ഗസ് വർക്ക് ചെയ്യുന്നൊരു എങ്ങനെ ഡിവിന ഗസ് വർക്ക് ചെയ്യായിരുന്നു? ആദ്യം ഞാൻ ചെയ്യാത്തിരുന്നൊരു കാര്യമായിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ സമയത്ത് ഞാൻ അറിയുന്നത് മാത്രം ചെയ്തു പോയിരുന്നു. അതുകൊണ്ട് ഒരു അറ്റംപ്റ്റ് ഭയങ്കര കുറവായിരുന്നു, സ്കോറും അതുകൊണ്ടും എല്ലാം കുറവായിരുന്നു. അപ്പോൾ പിന്നെയാണ് എനിക്കൊന്ന് മോക്ക് ചെയ്ത് ഡെയിലി മോക്ക് ചെയ്യുന്നവരല്ല. അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെ മെല്ലെ കുറച്ച് GK ഒക്കെ കുറച്ചൊന്നും ഇതുപോലെ ചെയ്യാൻ നോക്കി. ഈ ഒരു 2 ഒഴിവാക്കി ബാക്കി 2 അകത്തുനിന്ന് വന്ന് അങ്ങനെ ഓപ്ഷൻ ടിക്ക് ചെയ്ത് ആ ഒരു മെത്തേഡ് തുടങ്ങിയവരെയാണ് എനിക്ക് സ്കോർ കൂടാൻ തുടങ്ങിയത്. അറ്റംപ്റ്റ് കൂടി സ്കോർ. ചില സാധനങ്ങളൊക്കെ നമുക്ക് കേട്ടുറപ്പിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ കറക്റ്റ് ഒരു എക്സൈറ്റ് അല്ലെങ്കിലും ഇതാവാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും അല്ല, അപ്പൊ ഇതാണെന്നുള്ളൊരു ഉള്ളിൽ നമുക്ക് ആ ഒരു പറയൽ ആ സാധനം വരും. അതെനിക്ക് കുറെ കാര്യത്തിൽ ഇപ്രാവശ്യത്തെ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ എക്സാമിൽ എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ഉണ്ട്. എസ്പെഷ്യലി GKയും ഇംഗ്ലീഷ്. അതുപോലെ തന്നെ എനിക്കിത് ഏതോ ഒരു ക്വസ്റ്റ്യൻ Tier 2 സമയത്ത് ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ വന്നു. ഈ 2 ഇതിൽ ഏതോ ഒന്നാണ്, 4 ബാക്കി 2 ഒഴിവാക്കി, ഇത് 2 ഏതോ ഒന്നാണ്. പക്ഷെ കുത്തട്ടെ, പക്ഷെ കുത്തി, അത് കറക്റ്റായി. പക്ഷെ ഗസ്സും പക്കല്ല, ഒരു കുറച്ചൊരു നോളജ് വെച്ച് നമ്മൾ കുത്തണം, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വെറുതെ ചെയ്തു പോവല്ല. പക്ഷെ കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യം, നമ്മൾ 5 ഗസ് ചെയ്താലും അതിലൊന്നും ശരിയാൽ മതി, നമുക്കൊരു നഷ്ടമില്ല. 2 ശരിയായി കഴിഞ്ഞാൽ നമുക്കത് ലാഭമാണ്. അതറിയാത്ത കുറെ കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് പ്രിലിംസിന്, മെയിൻസിനല്ല പ്രിലിംസിന് അങ്ങനത്തെ പ്രശ്നം. 150-153 കട്ട് ഓഫിൽ പരീക്ഷയ്ക്ക് നമ്മൾ ഈ 70 ചെയ്ത് പോയിട്ടൊരു കാര്യമില്ല. അവരുടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഗസ് വർക്ക് കുറവാണ്. പക്ഷേ കേട്ട് മറന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഗസ് വർക്ക് അധികം ചെയ്യാൻ നിൽക്കാറില്ല. പ്രിലിംസിന് 90+ ഒക്കെ ഉണ്ടാകും. അപ്പോൾ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന്, അല്ലേ? സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സോ കാര്യങ്ങളോ നോക്കാത്ത ആരും ഉണ്ടാവില്ല. ഇതിനൊക്കെ എങ്ങനെയാണ് പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ സമയമൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത്, നമ്മൾ അറിയാതെ സമയം പോകുന്നൊരു സംഭവങ്ങളാണ് ഇതൊക്കെ. ഇത് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതോ ഉള്ള അക്കൗണ്ടിനെ കൺട്രോൾ ചെയ്ത് നിർത്തി, എങ്ങനെയാണ് സംഭവം? അത് ചോദിക്കാൻ പറ്റിയ ആള് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. ഞാൻ വാട്സപ്പ് പോലും യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഏതാണ്ട് ഒരു 2 years എൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് മാർക്ക് ചെയ്യാനുള്ള ഒരു ഇത് എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാൻ എവിടെ നിന്ന് ഒരു ഐഡിയ ഇല്ലാതെ അങ്ങനെ ഞാൻ ഡിസപ്പിയർ ആയിട്ടുണ്ട്. വാട്സപ്പിലില്ല. ആകെ ഞാൻ യൂസ് ചെയ്യുന്ന ടെലിഗ്രാമും ഗൂഗിൾ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ്. എന്നെ ആവശ്യമുള്ളവർക്ക് എന്നെ വിളിച്ച് ചോദിക്കാം, വേറെ ആരെയും അങ്ങനെ ഒന്നുമില്ല കംപ്ലീറ്റ്ലി. പിന്നെ ഒന്ന് അത്യാവശ്യം ഒരു എഡ്ജ് ആയതിനു ശേഷം ഞാൻ പിന്നെ എടുത്തു. ഇപ്പം ഹൈപ്പർ ആക്റ്റീവ് ആണ്. പിന്നെ ഹൈപ്പർ. പിന്നെ റിസൾട്ടൊക്കെ വന്ന് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇൻസ്റ്റാളൊക്കെ ചെയ്തു. പിന്നെ മൊത്തം റീൽസ് ഇരുന്ന് സ്ക്രോൾ പറയാം, ഒരു ജോലി ഇല്ലല്ലോ. ഇപ്പൊ ഭയങ്കര ആക്റ്റീവാണ്. ആ സമയത്ത് ഞാൻ ഭയങ്കര ഇതായിരുന്നു, കാരണം എനിക്കറിയാം യൂട്യൂബും ഞാൻ കാണത്തില്ല. യൂട്യൂബ് ഷോർട്സ് ഡിസ്ട്രാക്ഷൻ വരും എന്ന് എനിക്കറിയാം. ഞാൻ ലോങ് വീഡിയോ കാണും സ്റ്റഡി റിലേറ്റഡ്. അല്ലാണ്ട് ഞാൻ സോഷ്യൽ മീഡിയ ഭയങ്കര അതിന് ഞാൻ ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു, അങ്ങനെ പാടില്ല എന്നുള്ളത്. ഇല്ല, എനിക്ക് പിന്നെ യൂസ്ഡ് ആയി. അക്കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇൻസ്റ്റാഗ്രാം ഒന്നും വലിയ ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു. ഞാനത് ആപ്പില്ല, വല്ലപ്പോഴൊക്കെ ക്രോമിലൊക്കെ കയറുന്നു. ക്രോമിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ അതുപോലെ ക്രോമിൽ മാത്രം കയറാനല്ലാണ്ട് അത് വല്ലപ്പോഴും കയറി കഴിഞ്ഞാലും പിന്നെ ഒരു ഡൗൺ ആവില്ല. കാരണം കാണുമ്പോൾ
നമ്മളെ കൂടുതലുള്ള ആൾക്കാരെ എല്ലാം ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഈ ഓരോ നമ്മളോട് ഒരാളുടെ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യേണ്ടത് അവർ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഫുൾ ക്രോമിലായിരുന്നു. പക്ഷെ ക്രോമിൽ എന്താ പറയാ ലോഡിങ് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കാൻ തോന്നില്ല. അതിന് പിന്നെ അത് കുറഞ്ഞു. പിന്നെ വാട്സാപ്പ് ആണെങ്കിലും ഭയങ്കര യൂസേജ് ഭയങ്കര കുറവായിരുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് ഭയങ്കര കുറവ് തന്നെയായിരുന്നു. വേണ്ട ഈ പറഞ്ഞാൽ പ്രിപ്പറേഷൻ റിലേറ്റഡ് കാര്യങ്ങളിൽ മാത്രമേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആരെങ്കിലും കല്യാണമൊക്കെ വിളിക്കാനൊക്കെ ആരെങ്കിലും വിളിക്കുക. അപ്പോൾ ഇതുപോലെ എന്താണ് എവിടെയാണ് ഒരു വിവരമില്ലല്ലോ, ആരെ കല്യാണം ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും പറയും കല്യാണത്തിന് എന്തായാലും വരണം. ഓ എന്തായാലും ഞാൻ വരും, പക്ഷെ ഞാൻ പോവില്ല. പക്ഷെ അതെന്താ അറിയോ, വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും ഒന്നും പറയോ ഒന്നും ഉണ്ടോ എന്നറിയാം, അവർക്കറിയാം പ്രിപ്പയർമെന്റ് അങ്ങനെ അറിയാം. പക്ഷെ നമ്മൾ മെന്റലി അങ്ങോട്ട് ഒരു ആ ഒരു എന്താ പറയാ മൈൻഡിൽ നിന്ന് പോകും. കോളേജ് കാലഘട്ടങ്ങളിലേക്കും ആ ഒരു ടൈമിലേക്കും പോയിട്ട് പിന്നെ ഇപ്പം എന്താ ചെയ്യുന്നത്, അന്ന് എന്താ ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വരും. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഇതൊന്ന് മൈൻഡ് സെറ്റിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ സമയം വഴി നമ്മൾ പ്രിപ്പറേഷൻ അത്രയും വരും, ഡൗൺ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ പോരാ. ഇപ്പം പിന്നെ എല്ലാ പരിപാടിക്കും ഞാൻ എല്ലാരും വിളിച്ച് അങ്ങോട്ട് കൊച്ചി കിട്ടിയ ശേഷം ഞാൻ എല്ലാവരും ഫ്രണ്ട്സൊക്കെ കൊച്ചി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ തന്നെ പഠിച്ച ഡേ സ്കോളേഴ്സ് ഒക്കെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഇവരൊക്കെ ഇങ്ങോട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കണ്ടോ ഓസ്കാർ മേളയ്ക്ക് ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പ് ഞാനല്ല ഇട്ടേ, വേറെ SSC മലയാളിന്റെ അകത്ത് ഫോട്ടോ അത് പറഞ്ഞില്ല, മോശല്ലേ. വീട്ടിൽ നിന്ന് ഇങ്ങനെ വെറുതെ പറയണത് ഇനി ഇപ്പം ആരെ പരിപാടിക്കും. പക്ഷെ അങ്ങനെ പോകുന്നില്ല, അത് ആർക്കറിയാം. പക്ഷെ ഫ്രണ്ട്സിന്റെ ഒക്കെ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് ആൾക്കാരെ കല്യാണം കഴിക്കുന്നുണ്ട്, കുറേ ആൾക്കാരെ കഴിച്ച്. അപ്പോൾ ഇവരൊക്കെ ഫംഗ്ഷന് പോകാൻ എനിക്ക് ഒരു നമ്മളെ ഫ്രണ്ട്സിന്റെ പരിപാടിക്ക് പോകുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് പോകാൻ. പക്ഷേ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റത്തിൻ്റെ അതിൻ്റെ ഒരു വിഷമവും ഉണ്ടാവും. എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവും. പക്ഷെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സമയത്തൊരു മൈൻഡ് ഒരു ഡൗണാണ്. സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ പ്രിലിംസിന് ഒരു 2 months മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ചെയ്തു. പിന്നെ യൂട്യൂബ് ഉണ്ടായിരുന്നു, ക്ലാസ് ഒക്കെ കേൾക്കാൻ യൂട്യൂബ് യൂസ് ചെയ്തു. പിന്നെ ടെലിഗ്രാമിൽ തന്നെയായിരുന്നു SSC എന്ന് പറഞ്ഞ ടെലിഗ്രാം ആയിരുന്നു എനിക്ക്. പിന്നെ ഒരു ടൈമർ ഉള്ള ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഒരു പാഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നമ്മൾ സെറ്റ് ചെയ്താൽ ഏതൊക്കെ ആപ്പാണ് നമ്മൾ അലോ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ട്. ആ ആപ്പ് മാത്രമേ നമ്മൾ പഠിക്കുന്ന ടൈമിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഓൺ ചെയ്ത് പഠിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിലായിരുന്നു. ഇപ്പോഴാണ് ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് സമയം കളയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇതുപോലെ ഈ പരീക്ഷ നോക്കണം, ഫേസ്ബുക്കിൽ സമയം കളഞ്ഞിട്ട് കാര്യം ഫേസ്ബുക്ക് ഞാനൊരു അൺഇൻസ്റ്റാൾ ചെയ്യുക ചെയ്തു. ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തപ്പോൾ മനസ്സിലായി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല, എല്ലാം എന്തോ ജീവിതം തീർന്നു എന്നൊക്കെ തോന്നുന്നു. കാരണം നമ്മൾ അത്രയും അഡിക്റ്റ് ആയി നിന്നിട്ട് പിന്നെ അതൊന്ന് ഫേസ്ബുക്ക് അങ്ങ് ഒഴിവാക്കുമ്പോൾ പക്ഷെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് നല്ല പീസാ. അതാ പിന്നെ കഴിഞ്ഞ ഒരു 2 ദിവസം ബുദ്ധിമുട്ട് ഉണ്ടാകും. പക്ഷെ ഒരു 1 week കഴിഞ്ഞാൽ പിന്നെ നമുക്കതില്ല, നമ്മുടെ കാര്യങ്ങളിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം നമുക്കുള്ള പോലെ. പലപ്പോഴും കുട്ടികളോട് ഞാൻ പറയുമ്പോൾ അവരെന്താ വെച്ചാൽ ബുദ്ധിമുട്ടാണ്, കാരണം ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യുന്നത് അറിയണ്ടേ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് മാത്രം വെക്കുന്നത്, സ്വന്തമായിട്ട് ഒരു പോസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ ഇങ്ങനെ ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടി നോക്കും. പക്ഷെ ഒരുപാട് സമയം കളയുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മളിപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒഴിവാക്കിയില്ല, യൂട്യൂബിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ചെയ്ത കാര്യം സ്ട്രാറ്റജി സാധനങ്ങൾ ഈ പഠിത്തത്തിൻ്റെ തന്നെ കുറേ യൂട്യൂബിൽ നോക്കുമ്പോൾ പിന്നെ ഇതന്നെ കണ്ടന്റ് വന്നുകൊടുക്കും, വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള. അപ്പോൾ നമുക്ക് കണ്ടന്റ് കുറേ ഇഷ്ടം പോലെ വരുമ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കിട്ടിയ ആളുകളുടെ തന്നെ നോർത്തിലിട്ടോ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ ഇല്ലാന്ന് തന്നെ പറയാം. ASO അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ആളുകളെ കുറേ വീഡിയോസ് ഉണ്ടാവും. ഓരോ എക്സാം ആകുമ്പോഴേക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതിൻ്റെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ 2025 എക്സാം ചിലപ്പോൾ നോട്ടീസ് പോലും നോട്ടിഫിക്കേഷൻ പോലും കലണ്ടർ ഒന്നും വന്നിട്ടുണ്ടോ, പക്ഷെ അവരതിൻ്റെ മുന്നേ നമുക്കൊരു എക്സ്ട്രാ കട്ട് ഓഫ് പറയാം. അതുപോലെ തന്നെ എങ്ങനെ ഡെയിലി ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം, നിങ്ങളൊരു ഡേ എങ്ങനെ കൊണ്ടുപോകണം, ഓരോ സബ്ജക്ട്, ഇങ്ങനെ കുറേ വീഡിയോസ് ആകുമ്പോൾ ഇതിൽ നമുക്ക് ഞാനൊക്കെ ആദ്യം ചെയ്ത മണ്ടത്തരങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയും കുറച്ച് അബദ്ധങ്ങൾ എനിക്ക് പറ്റും. അതൊക്കെ ഞാൻ ചെയ്യരുത് ഞാൻ പറയുള്ളൂ. അതിപ്പോൾ ഓവർ കണ്ടന്റും ആവും, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഒരു നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ആയി പോയോ, നമ്മളെടുത്തുണ്ടെങ്കിലും ഒരു ഫോമോ അല്ലേ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോൾ ഇത് വരും, ഈ ഒരു സംഭവം വരുമ്പോൾ നമുക്കിങ്ങനെ എന്തൊക്കെയോ ഞാൻ മിസ്സായിട്ട് ആയിപ്പോയി, എൻ്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയോ എല്ലാവരും ചെയ്യുന്നത് ഞാനത് ചെയ്യുന്നില്ലേ, ഇതൊക്കെ വരും കാണുന്നുണ്ടോ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളും എക്സ്ട്രാ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഒന്ന് പോസിറ്റിവിറ്റി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൂടെ ആകുമ്പോൾ യൂട്യൂബ് എനിക്ക് തോന്നുന്നു ആവശ്യമുള്ളതാണ്, ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇൻസ്റ്റാഗ്രാം നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു സാധനം. ഞാൻ വൈഷ്ണവി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ, നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അപ്പം ഉണ്ടാവുന്ന അല്ലേ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹൈപ്പറായിരിക്കും, എന്തായാലും പഠിക്കണം. പക്ഷെ ചില സമയത്ത് ഈ ഒരു താന്നു പോകും,
പറ്റുമോ ഇല്ലേ? ചില എങ്ങനെയായാലും മനുഷ്യന്മാരാണ്, കാരണം റോബോട്ട് അതല്ല, മുട്ടുമുട്ടൊക്കെ ഉള്ളത്. ഈ സമയമൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? സെൽഫ് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തായിരുന്നു? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിലിങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ട്. SSC എന്ന് പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്, ഓരോ ഇയർത്തൊക്കെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൽ കുറെ പേര് അവര് പഠിക്കുന്ന ടൈമിൽ അത് ഓൺ ചെയ്ത് വെക്കും ടൈമർ. അപ്പൊ നമ്മൾ ഇവര് പഠിക്കുന്നതാ കാണുന്നത്, മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻസാ. അപ്പൊ അവര് 16 hours 17 hours ഒക്കെ പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് അയ്യോ നമ്മൾ ഇത്രയൊന്നും പഠിക്കുന്നില്ലല്ലോ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനത്തെ ഒരു തോട്ട് വരും. പിന്നെ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഇതാ ഭയങ്കര ടെൻഷനും സ്ട്രെസ് ഇങ്ങനത്തെ ഒക്കെ വരും. അപ്പം ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും ഇത് നിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ ഇതെന്നെ കിട്ടും. അപ്പൊ അത് ഭയങ്കര മോട്ടിവേഷൻ ആവാറുണ്ട്. പിന്നെ അനിയന്റെ അടുത്തൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോ സംസാരിക്കും. അപ്പൊ അവനും നല്ല സപ്പോർട്ടാണ്. ലിവിൻ എങ്ങനെയായിരുന്നു മോട്ടിവേഷൻ? എനിക്ക് തോന്നുന്നു ലിവിനെക്കാണ് കൂടുതലൊന്നും കൂടി പറയാൻ പറ്റും, കാരണം 7 വർഷത്തോളം നമുക്ക് ഒരുപാട് ഡൗൺ വന്നിട്ടുണ്ടാവും. അപ്പോഴൊക്കെ എങ്ങനെയാണ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മുകളിലോട്ട് പോകണം എന്നുള്ള ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ നോക്കിയത്. ശരിക്കും വേറെ ഓപ്ഷൻസ് ഉണ്ട്, വേണമെങ്കിൽ നോക്കാം. പക്ഷെ ഒന്നിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ നിൽക്കണം, ഇതിൽ എന്തെങ്കിലും റിസൾട്ട്, അല്ലെങ്കിൽ ഇത് തോറ്റ് പിന്മാറുന്ന പോലത്തെ ആരും ഇതാവുമല്ലോ. അതുകൊണ്ട് അത് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, പ്രിപ്പറേഷനും ഉണ്ട്. നമ്മളിപ്പോൾ സ്കോറൊക്കെ വല്ലാണ്ട് കുറഞ്ഞു കൂടുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കും, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് അത്ര എത്തിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊക്കെ അങ്ങനത്തെ പല തോട്ട്സും ഉണ്ടാവും. അതൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പം വീട്ടിൽ ഇതുപോലെ തന്നെ പറയുമ്പോൾ വീട്ടിൽ അത്യാവശ്യം സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മൾ ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ ഇതുപോലെ അച്ഛനോടൊക്കെ പറയുമ്പോഴാണെങ്കിൽ അച്ഛനും പറയും ഇങ്ങനെ പഠിക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആ വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ഭയങ്കര ടെൻഷനാണ്, അപ്പോൾ ടെൻഷൻ ടൈപ്പാണ്. അപ്പോൾ ചിലർ കുറച്ചൊരു കൂളായിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എനിക്കൊന്ന് നല്ല ഫ്രണ്ട്സ് സർക്കിൾ നമുക്ക് എനിക്ക് തോന്നുന്നു മെയിൻലി നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള സർക്കിളിൽ നമ്മൾ തന്നെ ഇൻവോൾവ് ആവേണ്ടി വിടുക. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട് പറഞ്ഞ പോലെ, വീട്ടിലിരിക്കുമ്പോൾ സമയത്ത് നമുക്കിപ്പോൾ ഡൗൺ ആകുമ്പോൾ ഒക്കെ ഇത് ഒരു പാട്ടാണെന്നുള്ളത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പെയിനിൽ കൂടെ നമ്മൾ പോകണം എന്നുള്ളത് അത് നമ്മൾ ആദ്യം അവെയർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ റെഡി. പിന്നെ അതുപോലെ തന്നെ അല്ലാണ്ട് മെഡിറ്റേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്യരുത്. മെഡിറ്റേഷനൊക്കെ ചെയ്ത്, കാരണം വേറെ വഴിയില്ല. മനസ്സൊന്നും നിൽക്കണം. ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ മൈൻഡ് കൺട്രോൾ ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ള നമ്മളേതായ രീതിക്ക് ഉണ്ടാവും. ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ രീതികളുണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മളറിയാം. ഇൻട്രോസ്പെക്റ്റീവ് എന്നുള്ള സാധനം കുറച്ചുകൂടി ഒന്ന് പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഞാൻ എന്നെ തന്നെ കുറേ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പ്രിപ്പറേഷൻ മാത്രമല്ല, ബാക്കി ബിടെക്കിന് ശേഷമുള്ള എൻ്റെ ഒരു കുറേ രീതികളിൽ കുറേയൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ചുകൂടി ഒന്ന് പല കാര്യങ്ങളിലും ഒന്ന് ഓർഗനൈസ്ഡ് ആവാനും ഒന്ന് ഡിസിപ്ലിൻഡ് ആവാനും. ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ, ടൈം ഉണ്ടാവുള്ളൂ. ഇത്രയും ടോപ്പിക്സൊക്കെ പഠിച്ചിട്ടൊക്കെയാണെങ്കിൽ നമുക്ക് ആ ടൈം ലിമിറ്റ് ടൈം അനുസരിച്ചിട്ട് എന്താ പറയുക ഒന്നും ചെയ്യുക, ഒരു എങ്ങനെയെങ്കിലും ഒരു ഡെയിലി ഒരു ഷെഡ്യൂൾ പോലെയൊക്കെ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഡിസിപ്ലിൻ അത്യാവശ്യം. അതല്ല ജീവിതത്തിൽ നമുക്കൊരു അച്ചടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, അതൊരു നല്ലൊരു ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിൽ നല്ല മാറ്റം നമ്മള് കാര്യങ്ങളെ കാണുന്ന രീതിയൊക്കെ മാറുന്നുണ്ട്. വൈഷ്ണവി നേരത്തെ സംസാരിച്ചു പറഞ്ഞു കിട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, രാത്രിയൊക്കെ ആകുമ്പോൾ പഠിക്കാനൊന്നുമില്ല. നമ്മളൊരു കാലം ഇങ്ങനെ കുറച്ച് കാലം ഫോളോ ചെയ്ത് ലൈഫിൽ വരുന്നത്. നമ്മളൊരു ഓഫീസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ 9 to 5:30 നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ പഠിക്കുമ്പോഴും അതേ രീതിക്ക് ആ ഒരു ടൈം ലിമിറ്റ് പഠിക്കണം. നമ്മളെ മൈൻഡ് ഓൾറെഡി അതിനോട് യൂസ്ഡ് പോകും. അപ്പോൾ നമുക്ക് എന്ത് വർക്ക് വന്നു കഴിഞ്ഞാലും ആ സമയത്ത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാനത് ചിന്തിച്ചേ. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു ഡൗൺ ഒക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് കുറക്കെ വരുമ്പോഴായിരിക്കും ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ഞാൻ ഓഫീസ് ടൈമിൽ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടി വരിക, ഞാൻ എങ്ങനെ ആ ദിവസത്തിന് പ്രിപ്പയർഡ്, അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഓഫീസിലാകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ ലൈഫിനെ ഒന്ന് ഒരു ഓർഡർ ആക്കുക. ഇതൊക്കെ എനിക്കൊന്ന് പറ്റിയിട്ടുണ്ട് നല്ലോണം ഒന്ന് ഈ പ്രിപ്പറേഷൻ്റെ ഫേസിൽ വന്നതിന് ശേഷം. മോട്ടിവേഷൻ തുടക്കത്തിലൊക്കെ സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു. പലപ്പോഴും കളഞ്ഞിട്ട് പോയാലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ചിന്തിക്കും. 20 year old അപർണയ്ക്ക് ഞാൻ കൊടുത്തൊരു പ്രോമിസ് ആണ് ഒരു സെൻട്രൽ ഗവൺമെന്റ്. കളഞ്ഞിട്ട് പോയ വേറെ ബാക്കപ്പ് ഓപ്ഷൻ ഇല്ല. അങ്ങനെയൊക്കെ നിൽക്കും. പിന്നീട് ആയപ്പോഴത്തേക്കും ഒരു പിയർ ഗ്രൂപ്പ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ എല്ലാവരും പഠിക്കുമ്പോൾ എനിക്കും പഠിക്കാൻ തോന്നും. അതൊരു ഭയങ്കര ഒരു ഫാക്ടറാണ്. പിന്നെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് അസൈൻ ചെയ്ത് ബ്രേക്ക് എടുക്കാറുണ്ട്. എല്ലാ സെക്കൻഡ് സാറ്റർഡേസും ഞങ്ങൾ ടർഫ് ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ സ്പോർട്സ് ഒക്കെ ഇൻവോൾവ് ചെയ്ത് അങ്ങനെ ഒരു സ്ട്രെസ് റിലീഫ് ആ ഒരു സോണൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ വരാൻ പോകുന്ന കുട്ടികൾ ഇനിയിപ്പോൾ ഒരുപാട് പേര് ഇതിലിട്ട് ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ഒരുപാട് പേര് മോട്ടിവേഷൻ ആയിട്ട് വരും. ആ ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, എന്താണ് ഇതിലിട്ട് ഇറങ്ങിയാൽ കിട്ടുക, അല്ലെങ്കിൽ ഇതെന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു എക്സാമിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് കിട്ടുക, അവർക്ക് എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാനാണ്? എല്ലാവരോടും അഡ്വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്ത് എല്ലാവർക്കും കിട്ടാന്നുള്ളൊരു എക്സാമാണ് SSC എന്ന് പറഞ്ഞാൽ. പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എത്ര അറിയാവുന്നുള്ളതല്ല, എത്ര പ്രാക്ടീസ് ചെയ്തെന്നുള്ളതാണ് SSC ചെക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് SSC. കാരണം നമ്മൾ ഇപ്രാവശ്യം എക്സാം എന്ന് പറഞ്ഞാൽ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മോക്ക് ടെസ്റ്റ് എടുക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യാം മാക്സിമം. ഒത്തിരി കണ്ടന്റിന് പുറകെ ഒരിക്കലും ഓടരുത്. ഉള്ള കണ്ടന്റ് വൃത്തിക്ക്, അതും നല്ല കണ്ടന്റ് കൃത്യമായ സിലബസ് മനസ്സിലാക്കിയിട്ട് കണ്ടന്റ് തന്നെ റിവൈസ് ചെയ്താൽ ആർക്കും ക്രാക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണ്. ആർക്കാണ് കിട്ടുക? ചില കുട്ടികൾ പറയുന്നു ബിടെക് പഠിച്ചവർക്ക് കിട്ടുക, ചില കുട്ടികൾ പ്ലസ് 2 സയൻസ് പഠിച്ചവർക്ക് കിട്ടും. ആർക്കാ കിട്ടുക? ആർക്കും കിട്ടും. വർക്ക് ചെയ്യാൻ മനസ്സുള്ള എല്ലാവർക്കും കിട്ടുന്ന സംഭവമാണ്. കൺസിസ്റ്റൻസി, അതാണ് പ്രധാന വാക്ക് എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളാണ് ചോദിക്കുന്നത്. 10ാം ക്ലാസ് വരെ എല്ലാവരും സെയിം സിലബസ് പഠിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ചില കുട്ടികളുടെ ഒരു തെറ്റിദ്ധാരണയാണ് സയൻസ് പഠിച്ചവർക്കാണ് ബിടെക് പഠിച്ചാൽ BSc എല്ലാത്ത എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഓരോ മൈൻഡ് എന്താ ദീനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഈ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എങ്ങനെ ഇതിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു സ്പീഡ്, ചെറിയൊരു എഡ്ജ് കിട്ടും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ പ്രിപ്പറേഷൻ ഏതിപ്പം ഫീൽഡാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫീൽഡ്, ഏത് ഫീൽഡ് എന്നുള്ളതല്ല, നമ്മൾ വർക്ക് ഇട്ടാണ് പെർസിവറൻസ്, അതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കൺസിസ്റ്റൻസി ബ്രേക്ക് ആവേണ്ട പോകുക. കാരണം നമ്മൾ ബ്രേക്ക് ആയി കഴിയുമ്പോൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചെയ്തിട്ട് മണ്ടത്തരങ്ങളാണ്. ബ്രേക്ക് കൊടുക്കാന്നുള്ളതല്ല, ഞാൻ ചെയ്ത മണ്ടത്തരം വെച്ചാൽ ഞാൻ 2 ദിവസം അടുപ്പിച്ച് പഠിക്കും, അടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസം പിന്നെ എനിക്ക് ആ ഒരു ഫ്ലോയിൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെയും ആദ്യത്തെ അങ്ങനെ വേണ്ട ഒരവസ്ഥ. അപ്പം ഡെയിലി 10-12 മണിക്കൂർ അങ്ങനെ ഇരുന്ന് പഠിക്കാനില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡെയിലി ഒരു 5-6 മണിക്കൂർ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന സമയം വൃത്തിക്ക് പഠിക്കുക. അടുത്ത ദിവസം അതുപോലെ തന്നെ മണിക്കൂറിനെ ഒരിക്കലും ഒരു ഫാക്ടർ ആക്കരുത്. അപ്പോൾ നമ്മൾ എനിക്കൊന്ന് പ്രത്യേകം നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ 16-17 മണിക്കൂറിൽ കാണുമ്പോൾ നമ്മൾ ഇത്രയും, പക്ഷെ ആ ഒരു 6 മണിക്കൂർ ഇടുന്ന എഫേർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ റിസൾട്ട് തന്നെയാണ് 17 മണിക്കൂർ കിട്ടുന്നതെങ്കിൽ മറ്റേ ആൾ എഫിഷ്യൻ്റ് ആയിട്ട് നല്ലോണം പഠിക്കുക. പഠിച്ചു പോകുന്നത് അതോ അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം മോക്കൊക്കെ ചെയ്യുക, അതിൽ പഠിച്ചപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് നോക്കുമ്പോൾ അത്രത്തോളം നമ്മൾ പഠിച്ചു എന്ന് മനസ്സിലാവും. അതായത് മറ്റേ നമ്മൾ ഈ വീഡിയോസ്, ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോസ് കാണാൻ വെച്ചാൽ വീഡിയോ മാത്രം കണ്ടിരിക്കാന്നല്ല, പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ പഠിക്കുന്ന നമുക്ക് തോന്നുന്നുണ്ട്, അതൊക്കെ മനസ്സിലായെന്ന് തോന്നും. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിലേക്ക് അത്രത്തോളം കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോകുക. അത് ടൈം ഒന്നുമല്ല, നല്ലൊരു മിനിമം സമയം നമ്മൾ ചെയ്യണം. ഡെയിലി അത് പോവുക, ആഴ്ചയിൽ മോക്കോയൊക്കെ ചെയ്ത് റിവൈസ് ചെയ്യുക, റിവിഷൻ, പ്രാക്ടീസ്, ഇതൊക്കെയാണ് ഞാൻ മാക്സിമം അങ്ങനെ ഫോളോ ചെയ്യാൻ. ചില ദിവസങ്ങൾ എനിക്ക് പറ്റാണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ 10-12 മണിക്കൂർ എന്നൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയാ പറ്റുക? നമുക്കിപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെ പറ്റില്ല. ചിലപ്പോൾ ഒരു 5 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും ചെയ്യും. നമ്മളിപ്പോൾ ഒന്ന് പഠിക്കണം എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരിക. അടുത്തല്ലാണ്ട് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി പെട്ടെന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ആവുന്ന സമയത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അല്ലെങ്കിൽ ആരെയും വരിക അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഠിത്തവിടെ നിൽക്കും. ഒന്ന് പഠിത്തത്തിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇപ്പോൾ ലൈബ്രറി പോലത്തെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ സ്റ്റഡി സർക്കിൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനത്തെ പറ്റുന്ന സ്ഥലത്തിൽ പോയിരിക്കുക. അപ്പോൾ നമുക്ക് ഫുൾ ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഒരു ഒരു അറ്റ്മോസ്ഫിയറിന് കിട്ടും. അപ്പോൾ എനിക്കൊന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആകുമ്പോഴുള്ള ഗുണം അതാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആകുമ്പോൾ അവിടുത്തെ ലൈബ്രറി അല്ലെങ്കിൽ അവിടുത്തെ നമ്മളെ പോലെ തന്നെ കുറേ ആളുകളാണ്, ആസ്പിറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്നൊരു കൂട്ടായ്മ പോയിരുന്ന് പഠിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ്സാണ് കിട്ടുക. അപ്പം അതൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പം ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കോഴ്സ് ഇഷ്ടംപോലെ കോഴ്സ് അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്ത് ലിമിറ്റ് ചെയ്തിട്ട് എന്താണോ നമുക്ക് വേണ്ടത്, ഏതാണ് വേണ്ടത് അത് ചൂസ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും കമ്പാരിസൻ്റെ ബാക്ക് പോകരുത്. കമ്പയർ ചെയ്തിട്ട് നമ്മളെ എല്ലാവരും ഒരു യുണീക്കാണ്, അത് മനസ്സിലാക്കുക. അതിൽ നമുക്ക് എന്താണ് ഇപ്പം മോക്ക് ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഏത് ഏരിയയാണ് ലാഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഏരിയ വീക്ക്, ആ ഏരിയയിൽ എങ്ങനെ പഠിക്കണം. അത് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്ത് ഇപ്പം പറഞ്ഞാൽ ഇപ്പം മാത്സ് കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു, GK ഈ ഭയങ്കര ഈസിയാണ്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചിട്ടാണ്. അപ്പോൾ ഓരോ ആളുകളുടെയും ഒരു എന്താ പറയുക വേറെ അത് നോക്കാനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ വേണ്ട റിവിഷൻ കാര്യങ്ങളും ചെയ്യാം. അതിന് പറ്റി ഇതുപോലെ തന്നെ മൈൻഡ് സെറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയോ അങ്ങനത്തെ ഒരു
ചെന്ന് വിടാൻ വേണ്ടി പെടുക. അങ്ങനെ പെടുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് പറ്റും. ഒറ്റയ്ക്കാവുമ്പോൾ ഒന്ന് നമ്മളെ മൈൻഡിനനുസരിച്ചിട്ട് ഒന്ന് ഡൗൺ ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാതെ, ഈ SSC മലയാളി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി 2020 ഓൺലൈനായിട്ട് അത് സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോഴാണ് ഓഫ്ലൈൻ. നിങ്ങളാരും ഇവിടെ തന്നെ ദീപിനെ മാത്രമാണ് ഓഫ്ലൈനായിട്ട് ഇവിടെ പഠിച്ചത്. നിങ്ങളാരും ഇപ്പോൾ ചിലപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ SSC മലയാളി എന്നുള്ള കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണുള്ളത് ജെന്യൂൻ ആയിട്ടൊന്ന് പറയാം. ഞാൻ എൻ്റെ ജേർണീൻ്റെ ഒരു ലാസ്റ്റ് ടൈമൊക്കെയാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എന്തോ റേസിൻ്റെ കൺസെപ്റ്റ് എനിക്ക് അങ്ങനെ ക്ലിക്ക് ആവാത്തതോടെ ഞാൻ യൂട്യൂബിൽ മലയാളത്തിൽ കണ്ടന്റ് ഉണ്ടോ സെർച്ച് ചെയ്തപ്പോഴാണ് സാറിൻ്റെ ക്ലാസ് കണ്ടത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഭയങ്കര യൂസ് ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റത്തെ Tier 1 കയറുന്നത് 2020 Tier 1. ആ സമയത്ത് എനിക്ക് ഒന്ന് SSC മലയാളീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന ടൈമാണ്. റഷീദ് സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായതിൽ നമ്മളെ മാത്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ, ഞാൻ അന്നൊക്കെ മാത്സ് ഭയങ്കര വീക്കാണ്. അപ്പോൾ ഈ വീഡിയോസ് കാണാൻ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ഓർമ്മയുണ്ട്. റേഷ്യോൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലാണ് ഞാൻ പഠിച്ചത്. കുറേ മിക്സ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ്, മിക്സ്ഡ് ആയിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്കിൽ നിന്ന് മിക്സ് ആയിട്ടുള്ള. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റായിട്ട് ഇന്ന് കണ്ടിട്ട് എനിക്കിന്നൊരു ഭയങ്കര യൂസ് ആയിട്ടുണ്ട്. അന്ന് എനിക്ക് എക്സാമിന് ഒട്ടും മുന്നേ ആയിരുന്നു ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഡിസ്കഷൻസ്, SSC മലയാളീൻ്റെ ടെലിഗ്രാം ചാനൽ ഡിസ്കഷൻസ്. കാരണം നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയോ ഇതൊന്നും ഭയങ്കര ഇല്ല. നോർത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് മലയാളികൾക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവയർനെസ് ഭയങ്കരമായിട്ട് കുറവാണ് ഈ ഒരു SSC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കോച്ചിങ് സെൻറ്ററിലാണെങ്കിലും ഇത് ബാക്കിയുള്ളതിൻ്റെ കൂടെ SSC പോകുന്നുള്ളൂ. SSCക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി ഇപ്പം ബാങ്കിൻ്റെ കൂടെ PSCൻ്റെ കൂടെയൊക്കെ പോകുന്ന മലയാളം ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതൊരു മോശമായിട്ട് പറയല്ല, പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ SSCക്ക് ഡെഡിക്കേറ്റഡ്ലി ആയിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അങ്ങനത്തെ ആളുകൾക്ക് പറയാൻ പറ്റും ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കൂടുതൽ നമുക്കൊരു എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ, നമുക്ക് വേണ്ട ഗൈഡൻസ് തരാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ആളുകൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ക്രാഷ് കോഴ്സിന് വന്നതിന് ശേഷം അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം അതിൽ ക്വിസ്, നമ്മൾ ഡെയിലി ഇടുന്ന ക്വിസ്, പിന്നെ നമ്മളിവിടെ വന്നിട്ട് കാരണം അത്യാവശ്യം ഒരു ഐഡിയ ആയിട്ട് ഞാൻ വരുന്നത്. കുറച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന പോലെ പഠിച്ച് ഒന്ന് നോക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്രാഷിന് വരുന്നത്. അപ്പം ഈ സ്റ്റഡി സർക്കിളായിട്ടിരുന്ന് ചെയ്യുന്നത് അത് ഭയങ്കരമായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. കാരണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ആളുകളുടെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് പഠിച്ചെടുക്കുന്ന രീതി, ഞാൻ ചിലപ്പോൾ മഗപ്പ് ചെയ്യായിരിക്കും, മറ്റേ ആളെന്തായാലും ഇതിനെ മഗപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് എളുപ്പമാണ്. ഇപ്പം എസ്പെഷ്യലി ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ ഒക്കെ സിനോണിംസ് അല്ലെങ്കിൽ വൺ വേർഡൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ് കിട്ടും. അപ്പം അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നമ്മുടെ മെത്തേഡുകൾ എളുപ്പമായിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. Tier 2 എസ്പെഷ്യലി ഞാൻ പറയും എന്തായാലും 2020 മുതലാണ് ഞാൻ SSC മലയാളി ഫോളോ ചെയ്ത് തുടങ്ങിയത്. തുടക്കത്തിൽ SSCയിലോട്ട് ഇറങ്ങി തിരിച്ചപ്പം ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസിന് മാത്രമേ കിട്ടുള്ളൂ, മലയാളികൾ ആരും കണ്ടിട്ടില്ലല്ലോ എന്ന് അങ്ങനെ കണ്ടുപിടിച്ച് വന്നതാണ് SSC മലയാളി. അപ്പം അതിൽ ഞാൻ ത്രൂ ഔട്ട് ഫോളോ ചെയ്തത് മറ്റേ ജോർജ് മാത്യു സാറിൻ്റെ അഡ്വൈസാണ്. ഒരു സാധനം തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അന്നൊരു ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എങ്ങനെയാണ് ടോപ്പർ പഠിച്ച ബുക്ക് ഏതാന്ന് ഒരു നീണ്ട ലിസ്റ്റ് പ്രതീക്ഷ. എനിക്ക് ഒരു കിരൺസിന്റെ ബുക്ക് മാത്രം മതി എന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ, അങ്ങനെ ടോപ്പർ ആവാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു മോട്ടിവേഷൻ തന്നത് SSC മലയാളം ആ വീഡിയോ ആണ്. അന്നൊന്നും ഇന്റർവ്യൂ ഒന്നും അത്ര കോമൺ അല്ല. പിന്നെ പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഞാൻ മാത്സ് ഓൾറെഡി വീക്ക് ആയിരുന്നു, അപ്പം അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മെന്റർഷിപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതും ഒത്തിരി ബൂസ്റ്റ് ചെയ്തു. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരു 7 മാർക്സ് എങ്ങാണ്ടാണ് എനിക്ക് കട്ട് ഓഫ്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം കയറേണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് SSC മലയാളി. അപ്പോൾ ഇതാണ് ഇവരുടെ ജേണിയിലെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒന്നുകൂടി പറയുന്നു, ഇവർ പറയുന്നത് ഇവരുടെ സ്ട്രോങ് ഏരിയാസ് ആണ്, ഇവർ പഠിച്ച സ്ട്രാറ്റജീസ് ആണ്. ഇത് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടത് കാര്യങ്ങൾ മാത്രം എടുക്കുക. എന്തായാലും അവർണ കസ്റ്റംസിൽ ഇൻകം ടാക്സ് 2 പേരും ഞാൻ അങ്ങോട്ട് ഉള്ള വലിയൊരു കാലഘട്ടമല്ലേ വലിയൊരു, അതോ ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടോ, അതോ UPSC കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും തൽക്കാലത്തേക്കൊന്നും? ഓക്കെ, അങ്ങനെ എന്തായാലും ഒരു 60 വയസ്സ് വരെ എന്തായാലും നമ്മൾ ഇനി ഡിപ്പാർട്ട്മെന്റിലാണ്, ഒരു ഔദ്യോഗിക ജീവിതത്തിലേക്കാണ് ചില ആൾക്കാർ തുടങ്ങാനുള്ള ആളുകൾ. എന്തായാലും നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഇവിടെ വിജയിച്ച പോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലും നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.